കല്യാണത്തിന് മുമ്പ് ഒരു ക്ലാസ് ആവശ്യമാണ് ബിക്കോസ് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം. അത് ഈ കല്യാണം ട്രാപ്പാന്ന് വിചാരിക്കുന്നോണ്ടാണ് ട്രാപ്പ് ആവുന്നത്. നമ്മൾ വിചാരിക്കണം കല്യാണം ട്രാപ്പാണ്. അങ്ങനെയാണെങ്കിൽ ട്രാപ്പ് ആയിരിക്കും. നെഗറ്റീവായി ചിന്തിക്കും. ഇപ്പൊ ഇവരൊക്കെ ഇവർക്ക് ലിവിൻ റിലേഷൻഷിപ്പിന്റെ പുറകെ പോയി ഇമോഷണലി പ്രശ്നത്തിലെത്തി. അപ്പൊ അവരെന്താ ചിന്തിക്കുക? മാരേജും കൊള്ളില്ല എന്ന് ചിന്തിക്കും. പക്ഷെ മാരേജ് എന്ന് പറയുമ്പം ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയാണ്. വിവാഹ നിയമത്തിന്റെ അണ്ടറിലാണല്ലോ നമ്മൾ വിവാഹം കഴിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മളെല്ലാം വിവാഹം കല്യാണം എന്നൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ കല്യാണവും വിവാഹം എങ്ങനെയാണ് ഉണ്ടായത്? വിവാഹ നിയമത്തിന്റെ അണ്ടറിൽ ഇന്ത്യൻ പൗരനായ ഒരാൾ വിവാഹം കഴിക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ വിവാഹ നിയമം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് നമുക്ക് ഉണ്ടാവണം. എന്തുകൊണ്ടാ? ഇന്ന് നിങ്ങൾ വിവാഹം കഴിച്ചാൽ നാളെ വയലേഷനുള്ള സാധ്യത മനുഷ്യന്റെ ടെൻഡൻസിയിൽ കാണിക്കുന്നതുകൊണ്ടാണ് വിവാഹ നിയമം ഉണ്ടായത്. ഇന്ന് എന്നെ ഒരു കല്യാണം കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്ന ഒരാൾ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത മാനുഷിക തലത്തിൽ വെച്ച് ഒരാൾക്ക് സംഭവിക്കാം. അതിൽ വെച്ചാണ് വിവാഹ നിയമം വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇടത്ത് വിവാഹത്തിന് എന്തിനാ ട്രെയിനിങ്? കാരണം പരസ്പരമായി ബോധ്യപ്പെട്ട ഒരാൾക്ക്, ഒരു പുരുഷനും സ്ത്രീക്കും എന്തിനാണ് അങ്ങനെയാണെങ്കിൽ വിവാഹം എന്തിനാണ്? പൊരുത്തപ്പെടാൻ അവർക്ക് ട്രെയിനിങ് വേണ്ടേ? രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരല്ലേ ട്രെയിനിങ് ആവശ്യമുണ്ട്. സജിത പറഞ്ഞതിനകത്തിലാണ് ട്രെയിനിങ്ങിന്റെ പ്രസക്തി ഇരിക്കുന്നത്. ട്രെയിനിങ് എന്തിനാണ്? ട്രെയിനിങ് അതിലാണ് ട്രെയിനിങ്ങിന്റെ പ്രസക്തി ഇരിക്കുന്നത്.